സിനിമാ ലോകത്ത് വടകരയുടെയും നരിപ്പറ്റയുടെയും പേര് അടയാളപ്പെടുത്തിയ സംവിധായകൻ പപ്പൻ നരിപ്പറ്റയുടെ സിനിമാ ജീവിതം പുസ്തകമായി പുറത്തിറക്കി. വടകര ക്രിസ്റ്റൽ സ്യൂട്ടിൽ നടൻ ഇന്ദ്രൻസ് പ്രകാശനം നിർവഹിച്ചു. സംവിധായകൻ പപ്പൻ നരിപ്പറ്റയുടെ 4 പതിറ്റാണ്ടുകാലത്തെ സിനിമ അനുഭവങ്ങളാണ് സിനിമയോടൊപ്പം എന്ന പുസ്തകത്തിൽ പറയുന്നത്. സിനിമയുടെ കുഴപ്പങ്ങളൊന്നും തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത സംവിധായകനാണ് പപ്പൻ നരിപ്പറ്റയെന്ന് പ്രകാശനം നിർവഹിച്ച ചലച്ചിത്രതാരം ഇന്ദ്രൻസിന്റെ വാക്കുകൾ. ഒരുപാട് കൊല്ലത്തെ പരിചയമുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് എഴുതാനും പറയാനും ഉണ്ടാവും. പക്ഷെ അദ്ദേഹം ഇതുവരെ ചെയ്യാതിരുന്നതെന്തെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാനൊക്കെ ഇച്ചിരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർത്തെടുത്ത് എഴുതുന്നത് പോലെയല്ല. അദ്ദേഹത്തിന് അതിനുള്ള അറിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും ജീവിതചര്യയും ഒക്കെ വളരെ ചിട്ടയോടെ സിനിമയുടെ ചില കുഴപ്പങ്ങളൊന്നും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു സിനിമാക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം സിനിമ ആഘോഷിച്ചിട്ടില്ല. അദ്ദേഹം അതൊരു ജീവിതത്തിൻ്റെ വലിയൊരു ഇഷ്ടമുള്ള ചേരിയിൽ ചേർന്ന് പോകുന്നത് ഇതുപോലെ തോന്നുന്നു. 40 വർഷങ്ങൾക്ക് മുൻപ് സിനിമ പഠിക്കാനായി വടകര നരിപ്പറ്റയിലെ ഗ്രാമത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പുറപ്പെട്ടത് മുതലുള്ള യാത്രയാണ് പുസ്തകത്തിൽ വിവരിക്കുന്നത്. സ്കൂൾ പഠനകാലത്ത് നാടക അഭിനയത്തിലൂടെയായിരുന്നു പപ്പൻ നരിപ്പറ്റയുടെ കലാജീവിതത്തിലേക്കുള്ള അരങ്ങേറ്റം. പിന്നീട് നാട്ടിൽ ഉദയ കലാവേദി എന്ന കൂട്ടായ്മയുണ്ടാക്കി നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തു. റിലീസ് ചെയ്യുന്ന സിനിമകളെല്ലാം കാണാൻ തുടങ്ങിയതോടെ മനസ്സിൽ സിനിമാമോഹമുദിച്ചു. പിന്നാലെ ചെന്നൈയിലേക്ക് വണ്ടി കയറി. KG രാജശേഖരന്റെ സംവിധാന സഹായിയായിട്ടാണ് തുടക്കം. പല സംവിധായകരുടെയും കീഴിലായി 50ഓളം സിനിമകളുടെ സഹസംവിധായകനായി. ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് രാജസേനനൊപ്പമാണ്. 1997 കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന ആദ്യ സിനിമ സംവിധാനം ചെയ്തു. പിന്നീട് മലബാറിൽ നിന്നൊരു മണിമാരൻ, ജ്വലനം, കരിങ്കണ്ണൻ, വയസ്സെത്രയായി 30, തമിഴിൽ മഴൈക്കാലം എന്നീ സിനിമകൾ. ദൂരദർശന് വേണ്ടി ഗൗരി എന്ന പരമ്പരയും, സൂര്യ TVക്കായി ഭാഗ്യനക്ഷത്രം, വിയറ്റ്നാം വീട്, ജീവൻ TVക്കായി മാണിക്കക്കല്ല് എന്നീ പരമ്പരകളും സംവിധാനം ചെയ്തു. പുതിയ സിനിമയുടെ പണിപ്പുരയിൽ നിൽക്കുന്നതിനിടെയാണ് പപ്പൻ നരിപ്പറ്റ പുസ്തകം രചിച്ചത്. പ്രകാശന ചടങ്ങിൽ KK രമ MLA അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.